നമസ്കാരം. പറയിപെറ്റ പന്തിരുകുലം. ഭാഗം 4. അധ്യായം 13. ഉളിയന്നൂർ പെരുന്തച്ചൻ. പറയിപെറ്റ പന്തിരുകുലത്തിലെ പെരുന്തച്ചനെ ആശാരിമാർ എടുത്തു വളർത്തിയതിനാൽ കുലത്തൊഴിലായ ആശാരിപ്പണി ചെയ്തുവന്ന പെരുന്തച്ചൻ നല്ലൊരു കണക്കനായിരുന്നു. തികഞ്ഞ ദിവ്യനും ഒട്ടേറെ അത്ഭുത സിദ്ധികൾ ഉള്ളവനുമായി അറിയപ്പെട്ടിരുന്ന പെരുന്തച്ചനെ ഒരിക്കൽ തദ്ദേശവാസികൾ അവിടുത്തെ ക്ഷേത്രത്തിന് ഒരു കുളം നിർമ്മിക്കുന്ന ചുമതല ഏൽപ്പിക്കുകയുണ്ടായി. കുളം കുഴിച്ച് ചുറ്റും കല്ലുകെട്ടാനൊരുങ്ങിയപ്പോഴാണ് നാട്ടുകാർക്ക് കുളത്തിൻ്റെ ആകൃതിയെച്ചൊല്ലി ഭിന്നാഭിപ്രായങ്ങളുണ്ടായത്. ഒരു കൂട്ടർക്ക് കുളം വൃത്താകൃതിയിൽ വേണമെന്നും മറ്റൊരു കൂട്ടർക്ക് ചതുരം മതിയെന്നും അതല്ല സമചതുരമാകണമെന്നും ഇവയൊന്നും വേണ്ട ത്രികോണാകൃതിയിൽ വേണമെന്നും ചിലർ ശാഠ്യം പിടിച്ചു. ഒരു തീരുമാനത്തിലെത്താനാകാതെ തർക്കം മൂത്ത അവസരത്തിൽ പെരുന്തച്ചൻ അവരോടായി പറഞ്ഞു, ഇതേ ചൊല്ലി ആരും വഴക്കിടേണ്ട. ഏവരുടെയും ഇഷ്ടപ്രകാരം ഞാൻ കുളമുണ്ടാക്കിത്തരാം. നീളത്തിൽ, വട്ടത്തിൽ, ത്രികോണാകൃതിയിൽ, സമചതുരത്തിൽ എന്ന് വേണ്ട. ഇനി മറ്റു വല്ല ആകൃതിയും വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ നിർമ്മിക്കാം. പെരുന്തച്ചൻ്റെ വാക്കുകൾ കേട്ട നാട്ടുകാർക്ക് സന്തോഷമായി. അതിവിദഗ്ധമായി തന്നെ പെരുന്തച്ചൻ കുളത്തിൻ്റെ നിർമ്മാണം നടത്തി. കുളത്തിൻ്റെ ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ അത് ചതുരക്കുളമാണെന്ന് തോന്നുമ്പോൾ മറ്റൊരു വശത്ത് നിന്ന് നോക്കിയാൽ വൃത്തത്തിലുള്ളതാണെന്നും വേറൊരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ ത്രികോണത്തിലുള്ളതാണെന്നും തോന്നിക്കുന്ന രീതിയിൽ കുളത്തിൻ്റെ നിർമ്മാണം പെരുന്തച്ചൻ പൂർത്തിയാക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മാന്ത്രിക വിദ്യയെ ഏവരും ശ്ലാഘിച്ചു. കുളത്തിന് വ്യത്യസ്താകൃതി തോന്നിക്കുന്നത് ബ്രാഹ്മണർക്ക് ഒരു പ്രശ്നമായി. കുളിക്കാനായി കുളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ ദിക്കറിയാൻ സാധിക്കില്ലെന്നുള്ളതാണ് ആ പ്രശ്നത്തിന് കാരണം. ദിക്കറിയാതെ ഗായത്രി ജപങ്ങൾ നടത്തുന്ന വൈഷമ്യമോർത്ത് ബ്രാഹ്മണരാരും തന്നെ ആ കുളത്തിലിറങ്ങി കുളിക്കാറില്ലത്രേ. അധ്യായം 14. ഇവിടേക്കിട. സ്ഥലത്തെ നമ്പൂതിരിമാരുടെ നിർബന്ധത്തിന് വഴങ്ങി പെരുന്തച്ചൻ സ്വദേശത്തൊരു ക്ഷേത്രം പണിതു. കുളം നിർമ്മിച്ചതുപോലെ ചില പ്രത്യേകതകൾ ആ ക്ഷേത്രത്തിനുമുണ്ടായിരുന്നു. ശ്രീകോവിലിനകത്തേക്കുള്ള വാതിലിനായിരുന്നു പ്രത്യേകത. വാതിൽ ചെറുതാണെന്ന് തോന്നി സംശയിച്ചു നിൽക്കുകയോ കുനിയുകയോ ചെയ്താൽ തല വാതിലിൽ മുട്ടിയത് തന്നെയല്ല. കുനിയാതെ സാധാരണ രീതിയിൽ അകത്തേക്ക് കയറുകയാണെന്നിരിക്കട്ടെ, തല മുട്ടുകയുമില്ല. നിർമ്മാണ രീതിയിൽ പെരുന്തച്ചൻ അവലംബിച്ച ഒരു സൂത്രപ്പണിയായിരുന്നു അതിൻ്റെ അടിസ്ഥാനം. ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായപ്പോൾ നമ്പൂതിരിമാർ പെരുന്തച്ചനോട് പറഞ്ഞു, ഇനി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ നല്ലൊരു ബിംബം വേണം. പെരുന്തച്ചൻ തന്നെ അതും ഉണ്ടാക്കിത്തരണം. അങ്ങനെയാവട്ടെ, പെരുന്തച്ചൻ സമ്മതിച്ച് അവിടെ നിന്ന് പോയി. വിഗ്രഹം ഉണ്ടാക്കിക്കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് ഏതു മൂർത്തിയുടെ വിഗ്രഹമാണെന്ന് നമ്പൂതിരിമാർ പറയുകയോ പെരുന്തച്ചൻ അത് ചോദിച്ചറിയുകയോ ഉണ്ടായില്ല.
അതുകൊണ്ട് തന്നെ നമ്പൂതിരിമാരുടെ ഇഷ്ടദൈവം ഏതോ അത് തന്നെ ഉണ്ടാക്കാമെന്ന് പെരുന്തച്ചൻ തീരുമാനിച്ചു. പക്ഷേ നമ്പൂതിരിമാരുടെ ഇഷ്ടദൈവം ഏതാണ്? അത് കണ്ടുപിടിക്കുവാൻ നമ്പൂതിരിമാർ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏത് ദൈവത്തെ ധ്യാനിച്ചുകൊണ്ടാണ് ശയിക്കുന്നതെന്നറിയാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളിൽ ചെന്ന് മറഞ്ഞു നിന്ന് ശ്രദ്ധിച്ചു. എല്ലാ നമ്പൂതിരിമാരും അവിടേക്കിടാ എന്ന് പറഞ്ഞാണ് ശയിക്കുന്നതെന്ന് പെരുന്തച്ചന് മനസ്സിലായി. ആരും തന്നെ ഈശ്വരനാമം ഉച്ചരിക്കുന്നത് അദ്ദേഹത്തിന് കേൾക്കാനായില്ല. എല്ലാ നമ്പൂതിരിമാരും അവിടേക്കിട എന്ന് പറഞ്ഞാണ് ശയിക്കുന്നതെങ്കിൽ, എന്നാൽ ഇവിടേക്കിട എന്ന് പറഞ്ഞുകൊണ്ട് പെരുന്തച്ചൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനായി ഒരു ബിംബമുണ്ടാക്കി. മൂർത്തി ഏതാണെന്ന് നമ്പൂതിരിമാർക്കോ എന്തിന് അത് നിർമ്മിച്ച പെരുന്തച്ചന് പോലും അറിവുണ്ടായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെയൊരു വിഗ്രഹം ആ ക്ഷേത്രത്തിലുണ്ടത്രേ. ദിവ്യന്മാർ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം എന്നും മഹത്തരമാകും. അധ്യായം 15. ചുവടെല്ലാറ്റിനും ഒന്ന്. ഒരിക്കൽ പെരുന്തച്ചൻ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അഗ്നിഹോത്രിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് ചെന്നു. മാതാപിതാക്കളുടെ ശ്രാദ്ധമൂട്ടിന് പോകുമ്പോൾ മാത്രമേ അദ്ദേഹം ഇല്ലത്തിൻ്റെ പടിപ്പുരയ്ക്കകത്തേക്ക് കടക്കാറുള്ളൂ. അതിനാൽ ഇത്തവണ പെരുന്തച്ചൻ പടിപ്പുരയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് വേലക്കാരോട് ചോദിച്ചു, തിരുമേനി ഇപ്പോൾ എന്തു ചെയ്യുന്നു? അദ്ദേഹം ഇപ്പോൾ സഹസ്രാവൃത്തി കഴിക്കുകയാണ്. വേലക്കാരൻ്റെ മറുപടി കേട്ട പെരുന്തച്ചൻ മുറ്റത്ത് ചെറിയൊരു കുഴി കുഴിച്ചു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും വേലക്കാരനോട് ചോദിച്ചു, തിരുമേനിയുടെ സഹസ്രാവൃത്തി കഴിഞ്ഞുവോ? ഉവ്വ്, ഇപ്പോൾ അദ്ദേഹം ആദിത്യ നമസ്കാരത്തിലാണ്. പെരുന്തച്ചൻ രണ്ടാമതും മുറ്റത്തൊരു കുഴി കുഴിച്ചു. വീണ്ടും പല സന്ദർഭങ്ങളിൽ വേലക്കാരനോട് അഗ്നിഹോത്രിയെപ്പറ്റി തിരക്കിയപ്പോൾ അദ്ദേഹം യഥാക്രമം ശിവപൂജ, വിഷ്ണുപൂജ, സാളഗ്രാമ പൂജ, വൈശ്വം തുടങ്ങിയവ നടത്തുകയാണെന്ന് മനസ്സിലായി. വേലക്കാരൻ ഇവ ഓരോന്നിനും മറുപടി നൽകുമ്പോൾ പെരുന്തച്ചൻ മണ്ണിൽ ഓരോ കുഴി കുഴിച്ചു. ഉച്ചയോടെ അടുത്ത സമയമായപ്പോൾ അഗ്നിഹോത്രി പെരുന്തച്ചനെ കാണാൻ പടിപ്പുരയിലെത്തി. അഗ്നിഹോത്രിയെ വന്നിച്ച് പെരുന്തച്ചൻ ചോദിച്ചു, പൂജകളെല്ലാം കഴിഞ്ഞുവോ? ഉവ്വ്, ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ. പെരുന്തച്ചൻ വന്ന് നേരായോ? മുഷിച്ചൽ തോന്നിയിട്ടുണ്ടാവൂല്ലേ? ഏയ്, മുഷിച്ചിലൊന്നും ഉണ്ടായില്ല. ഞാനിവിടെ കുറേ കുഴികൾ കുത്തി, പക്ഷേ ഒന്നിലും വെള്ളം കണ്ടില്ല. പല കുഴികൾ കുഴിക്കാതെ നന്നായി ഒരു കുഴി മാത്രം കുഴിച്ചിരുന്നെങ്കിൽ വെള്ളം കണ്ടേനെ. പെരുന്തച്ചൻ തന്നെ പരിഹസിച്ചതാണെന്ന് അഗ്നിഹോത്രിക്ക് മനസ്സിലായി. അനേകം ദൈവങ്ങളെ പൂജിക്കുന്ന സമയം ഒരു ദൈവത്തെ മാത്രം ആരാധിച്ച് പൂജിക്കുകയാണെങ്കിൽ ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് പെരുന്തച്ചൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്ന് അഗ്നിഹോത്രിക്ക് മനസ്സിലായി. എന്നിരുന്നാലും തൻ്റെ വിശ്വാസം ശരി തന്നെയെന്ന് സ്ഥാപിക്കാൻ അഗ്നിഹോത്രി പെരുന്തച്ചനോടായി പറഞ്ഞു. പല കുഴികളാണ് കുഴിക്കുന്നതെങ്കിലും അവ പതിവായി കുഴിച്ചാൽ കുറേ നാൾ കഴിയുമ്പോൾ എല്ലാ കുഴികളിലും വെള്ളം കാണും. അവയുടെ അടിയിലുള്ള ഉറവുകൾക്ക് പരസ്പര ബന്ധമുള്ളതുകൊണ്ട് എല്ലാറ്റിൻ്റെയും ചുവട് ഒന്നു തന്നെയായിരിക്കും. അഗ്നിഹോത്രിയുടെ വാക്കുകൾ കേട്ട പെരുന്തച്ചൻ പറഞ്ഞു, ചുവടെല്ലാറ്റിനും ഒന്ന് തന്നെ എന്ന ചിന്ത എപ്പോഴും ഉണ്ടാവണം. എന്നാൽ എത്ര വേണമെങ്കിലും കുഴിക്കാം, എല്ലാറ്റിലും വെള്ളം കാണും. അഗ്നിഹോത്രിയുടെ യുക്തി ശരിവച്ച് പെരുന്തച്ചൻ അവിടെ നിന്ന് യാത്രയായി. കൂട്ടുകാരെ, ഇങ്ങനെ പറയപ്പെട്ട പന്തിരുകുലത്തിലെ അംഗങ്ങൾ ഓരോരുത്തരും നൽകുന്ന ഗുണപാഠകഥകൾ ഒട്ടേറെയുണ്ട്. അവയെല്ലാം തന്നെ മനസ്സിലിരുത്തി വായിച്ച് മനസ്സിലാക്കേണ്ടവയുമാണ്. പറയപ്പെട്ട പന്തിരുകുലം കഥ അവസാനിക്കുന്നു. നന്ദി.